നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും നേമത്ത് മത്സരം കടുക്കും. സിറ്റിംഗ് MLA വി ശിവൻകുട്ടി തന്നെ LDF സ്ഥാനാർത്ഥിയാകും. മത്സരിക്കാനില്ലെന്ന് ആദ്യം പറഞ്ഞ ശിവൻകുട്ടി പിന്നീട് തിരുത്തുകയായിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആകും BJP സ്ഥാനാർത്ഥി. നിർണായക മണ്ഡലത്തിൽ KS ശബരിനാഥനെ നിയോഗിക്കാനാണ് കോൺഗ്രസിലെ ആലോചന. BJP ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ് നേമം. കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് ത്രികോണ മത്സരത്തിൽ CPM BJP അക്കൗണ്ട് കഴിഞ്ഞ തവണ പൂട്ടിച്ചത്. നേമത്തെ അക്കൗണ്ട് വീണ്ടും തുറക്കാനുള്ള ദൗത്യം ഇത്തവണ സ്വയം ഏറ്റെടുത്തത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മണ്ഡലം നിലനിർത്താൻ സിറ്റിംഗ് MLA വി ശിവൻകുട്ടിക്കപ്പുറം CPM-ന് മറ്റൊരു പേരില്ല. നേമത്തേക്ക് ഇനിയൊരു അംഗത്തിനില്ല എന്നായിരുന്നു മീഡിയ 1 വാർത്തയ്ക്ക് പിന്നാലെ വി ശിവൻകുട്ടിയുടെ ആദ്യ പ്രതികരണം. നേമത്തേക്ക് ഞാൻ 2 പ്രാവശ്യം ജയിച്ചു, 1 പ്രാവശ്യം പരാജയപ്പെട്ടു, പിന്നെ 3 പ്രാവശ്യമായി. എന്നാൽ പ്രസ്താവന ആശയക്കുഴപ്പമുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെ നിലപാട് ശിവൻകുട്ടി മാറ്റി. ഞാൻ അങ്ങനെയല്ല പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത്. നിയമത്തിൽ ഞാൻ മത്സരിക്കാനില്ല, ഇല്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാനുള്ള അവകാശം സംഘടനാപരമായും പാർട്ടിപരമായും എനിക്കില്ല. അത് തെറ്റായ ഒരു വാർത്ത അത് പറഞ്ഞതാണ്. കഴിഞ്ഞ തവണ BJP അക്കൗണ്ട് പൂട്ടിക്കാൻ ഉമ്മൻചാണ്ടിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ചർച്ച പോലും കോൺഗ്രസിൽ ഉയർന്നിരുന്നു. ഒടുക്കം സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തത് കെ മുരളീധരന്റെ ശക്തമായ സാന്നിധ്യം BJP അക്കൗണ്ട് പൂട്ടിക്കാൻ CPM-ന് സഹായകമായി. വിജിൻ വായാന്തോട്, മീഡിയ 1, തിരുവനന്തപുരം.